ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തെ കിളിക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷിൻ്റെ മനസ്സ് നിറച്ചും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക കേട്ടോ. ചാന്ദിനിയായിട്ടുള്ള ഓരോ നിമിഷങ്ങളും പിന്നെ അവിനാശമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വീണ്ടും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാസ്കരനാണെങ്കിൽ ആകെ കിളിപ്പോയ അവസ്ഥയായിരുന്നു. എന്തിനാ ഇവ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ചിരിക്കുന്നത്? എടാ, നിനക്കെന്താ വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോ, സുധീഷിനെ വിളിച്ചിട്ട് ആശുപത്രിയിലും എല്ലാം കൊണ്ടുപോവാം. ഒന്ന് പോയാച്ചാ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ സുഭാഷ് അവിടെ നിന്ന് ഉറങ്ങാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ ഭാസ്കരൻ ആലോചിക്കുകയാണ്, ഇവനിത് എന്തിൻ്റെ കേടാ? സാധാരണ വിവാഹം മുടങ്ങി, നിശ്ചയം മുടങ്ങി എന്നൊക്കെ വരുമ്പോൾ 1-2 ദിവസം എല്ലാവരും വിഷമത്തിലായിരിക്കും. ഇവന് ഭയങ്കര ചിരിയാണല്ലോ, ഭയങ്കര സന്തോഷമാണല്ലോ. എന്താ പറ്റിയാവോ, കാലം പോയ പോക്കേ എന്നൊക്കെ ഇങ്ങനെ ഭാസ്കരൻ വിചാരിക്കണം കേട്ടോ. അകത്തിരിക്കണം നമ്മുടെ നിധിയും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഇത് തന്നെയാണ് ചർച്ച. എന്താവും കാര്യം? നിധിയാണെങ്കിൽ ഗൂഢമായി ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്തൊക്കെ തന്നെ ആയാലും ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. പക്ഷേ ഇന്നലെ ഇവിടുന്ന് പോയ സുമേഷ് ഏട്ടന് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷം, ചിരി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്താവും കാര്യം? എന്തായാലും ഇത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ വീട്ടിൽ തൽക്കാലം ആരും ഇല്ലാത്ത നേരം നോക്കി നിധി നമ്മുടെ സുധീഷിനെ വിളിക്കുക കേട്ടോ. സുധീഷാണെങ്കിൽ ചെവിക്കകത്ത് ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കൊണ്ട് സുധീഷേ എന്ന് വിളിക്കുകയാണ്. സുധീഷ് കേൾക്കുന്നില്ല. അങ്ങനെ നിധി അങ്ങോട്ട് ചെന്നിട്ട് ഉച്ചത്തിൽ വിളിക്കുകയാണ്, സുധീഷേ ഞാൻ വിളിക്കുന്ന കേൾക്കുന്നില്ല. ആ എന്താ നിധി, എന്താ കാര്യം പറഞ്ഞോ? അതല്ലെന്നേ, ഒന്നിങ്ങകത്തേക്ക് വരാവോ? എവിടെ? എൻ്റെ റൂമിലേക്ക് വാ. ദൈവമേ, എന്നെ റൂമിലേക്ക് വിളിച്ചോ? ഇതിൽ കൂടുതൽ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ സുധീഷിന്. അങ്ങനെ നിധി അകത്തേക്ക് ചെല്ലാണ് കേട്ടോ. സുധീഷ് വിചാരിക്കണം, എന്തായാലും ആദ്യമായിട്ട് എന്നെ റൂമിലേക്ക് വിളിച്ചല്ലേ, എന്നാലും നടക്കുമെന്ന് എനിക്കറിയാം. ഇത് ഇത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒന്ന് ഒരുങ്ങി സുന്ദരനായിട്ട് പോവാം. കണ്ണാടിയുടെ മുമ്പിൽ നിന്നും കൊണ്ട് ചീപ്പെടുത്ത് തലയൊക്കെ ചീക്കാണ്. നിധി ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ്, സുധീഷേ ഒരു കാര്യം പറയാനാണ് വിളിച്ചത്, ഇങ്ങോട്ട് വന്നേ. ഇത്രയ്ക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റോപ്പിൽ പോകാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഓ അത് ശരി, ഞാൻ വരാം. അങ്ങനെ മുറിയുടെ വാതിൽക്ക് അകത്തേക്ക് കയറി വാ. കയറി വരാനോ? ആ കയറി വാ. ആ വാതിൽ ചാരിയേ. വാതിൽ ചാരാണോ? ഇത് എന്തൊക്കെയായി പറയുന്നത്? ചാര്. അങ്ങനെ വാതിൽ ചാരിയിട്ട് ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കാൻ കേട്ടോ നമ്മുടെ സുധീഷ്. പിന്നെ ഇവിടെ സുമേഷ് ഏട്ടനും ഹരീഷും നികേഷൊന്നും ഇല്ലല്ലോ അല്ലേ? ആ അവരൊക്കെ അങ്ങോട്ട് എല്ലാവരും ഇല്ല. ഒന്നും ഇവിടെ വീടിനകത്ത് എന്തായാലും ആരുമില്ല. എന്താ നിധി? അല്ല എനിക്ക് ചില കാര്യങ്ങളെ സുധീഷിനോട് പറയാനുണ്ടേ. അത് പുറത്ത് നിൽക്കുമ്പോൾ അവർ കേൾക്കോ? അവരൊന്നും കേൾക്കത്തില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. എന്താ നിധിക്ക് എന്നോട് പറയാനുള്ളത്? ഞാൻ ഈ കട്ടിലേക്കൊന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ നിധി ഇങ്ങോട്ട് സൂക്ഷിച്ച് നോക്കുക. ഓ ഇരിക്കണ്ടേ, നിന്ന് സംസാരിച്ചാൽ മതിയോ? എന്നാൽ പതുക്കെ എണീക്കുകയാണ്. എന്താ നിധി, എന്താ കാര്യം പറഞ്ഞോ? നിങ്ങളെന്തിനാ എൻ്റെ അടുത്തേക്ക് വരുന്നത്? അല്ല നിധിയല്ല എന്നെ വിളിച്ചത് റൂമിലേക്ക് വിളിച്ചു എന്ന് പറയാം. എൻ്റെ അടുത്തേക്ക് വരാനാണോ നിങ്ങളെ വിളിച്ചത്? അല്ലേ? അങ്ങോട്ട് മാറി നിന്നേ അങ്ങോട്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് കേൾക്കണം. എനിക്ക് പറയാനുള്ള കാര്യം വേറൊന്നുമില്ല, സുമേഷ് ഏട്ടനെ കുറിച്ചാണ്. അയ്യേ, സുമേഷ് ഏട്ടനെ കുറിച്ചോ? എന്താണ് ഇതിക്ക് പറയാനുള്ളത്? ഇന്നലെ സുമേഷ് ഏട്ടൻ ഇവിടുന്ന് നമ്മളെല്ലാവരുടെയും കുറ്റപ്പെടുത്തലെല്ലാം കേട്ട് വലിയ വിഷമത്തോടുകൂടെ ഇറങ്ങിപ്പോയത്. പക്ഷെ തിരിച്ചു വന്നപ്പോഴോ ഭയങ്കര സന്തോഷവാനായിരുന്നു. അതെന്താണെന്ന് കണ്ടുപിടിക്കണ്ടേ? എന്തോ കാര്യം ഉള്ളിലുണ്ട്. അതെന്താ? അതോ ഇനി സുമേഷ് ഏട്ടന് വേറെ വല്ല പ്രശ്നമുണ്ടോ? അത് നമുക്ക് കണ്ടുപിടിക്കണം. അത് ശരിയാണല്ലോ, കണ്ടുപിടിക്കണം. എന്തായാലും ഞാനത് കണ്ടുപിടിച്ചേ പറ്റൂ, എത്രയും വേഗം. അല്ലാതെ സുമേഷ് ഏട്ടനെ നമുക്ക് ഇങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല എന്ന് നിധി പറയാട്ടോ. അങ്ങനെ നമ്മുടെ സുധീഷ് അവിടെ നിന്ന് ചമ്മി ഇറങ്ങി വരുവാണ്. എന്നിട്ട് ഇവിടെ ഹരീഷിനോടും നികേഷിനോടും ഒക്കെ ഇതേ കാര്യം സംസാരിക്കാൻ കേട്ടോ. എന്നിട്ട് അന്ന് രാത്രിയായപ്പോൾ ഇവർക്ക് നല്ല ടെൻഷനുണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ വിവാഹം മുടങ്ങിയ സമയത്ത് നമ്മുടെ സുമേഷ് വീട് വിട്ട് പോയതും ഇവർ അന്വേഷിച്ച് കണ്ടുപിടിച്ചതും ഒക്കെ വീണ്ടും ഇവരുടെ മനസ്സിലേക്ക് ഓർമ്മ വരുക. ഇനി രാത്രി നമ്മളോടൊക്കെ പുറമേ അഭിനയിക്കുന്നതാകും ചിരിച്ചും കൊണ്ട്. രാത്രിയാകുമ്പോൾ ഇനി ആരും അറിയാണ്ട് എവിടെയെങ്കിലും ഇറങ്ങി പോവോ? അതുകൊണ്ട് സുമേഷ് ഏട്ടനെ നല്ല പോലെ ശ്രദ്ധിക്കണം. അതിനിപ്പോൾ എന്താ ചെയ്യാം? സുമേഷ് ഏട്ടൻ കിടക്കുമ്പോഴേ സുമേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയി കിടക്കും, അതാണ് നല്ലത്. ആര് കിടക്കും? എടാ ഹരീഷേ, നിനക്ക് വേണ്ടിയിട്ടല്ലേ സുമേഷ് ഏട്ടൻ ഇത്രയും വലിയ ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പം നീ തന്നെ ഇന്ന് ഉറക്കമിളച്ച് സുമേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് പോയിരിക്കണം. മിക്കവാറും സുമേഷ് ഏട്ടൻ നമ്മളെ കൂടെ കിടക്കിൽ. അന്ന് സുമേഷിൻ്റെ റൂമിലോട്ട് മാറി കിടക്കാട്ടോ. അന്നേരം ഹരീഷിനെ പിടിച്ച് സുമേഷ് ഏട്ടൻ്റെ അടുത്തേക്ക് കിടത്താണ്. സുമേഷ് ഇത് അറിയണില്ലേ? വെളുപ്പാങ്കാലം ഉണർന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഹരീഷ് അടുത്ത് കിടക്കുന്നുണ്ട്. ഹരീഷ് നീ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്? അല്ലെന്നേ, ഞാനിവിടെ സുമേഷ് ഏട്ടൻ്റെ കൂട്ട് വന്നതാണ്. കൂട്ടോ? എനിക്കെന്തിനാ? അപ്പോഴാണ് നമ്മുടെ സുധീഷും നികേഷും കൂടെ ഉണരുക കേട്ടോ. ഹരീഷ് ഏട്ടൻ ഉറങ്ങാതിരിക്കാൻ പറഞ്ഞാണ് ഇവിടുന്ന് വിട്ടത്. എന്നിട്ട് ഹരീഷ് ഏട്ടൻ അവിടെ ചെന്ന് കിടന്നുറങ്ങിയോ? എടാ വെളുപ്പാങ്കാലമായപ്പോഴാണ് ഞാനൊന്ന് കണ്ണടച്ചത്. അതുവരെ ഞാൻ കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. എന്തിനടാ നീയൊക്കെ ഇങ്ങനെ ഇരുന്നതെന്ന് സുമേഷ്.
അല്ല അന്ന് ഇതുപോലെ വിവാഹമൊക്കെ മുടങ്ങിയ സമയത്ത് സുമേഷേട്ടൻ വിഷമം കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ, ഇനിയും അങ്ങനെ പോകുമെന്ന് പേടിച്ചിട്ടാ. പിന്നെ ഹരീഷിനെ ഇരുത്തിയെന്തെന്ന് വെച്ചാൽ അവന് വേണ്ടിയിട്ടല്ലേ സുമേഷേട്ടൻ ഈ ത്യാഗമൊക്കെ ചെയ്തത്. അപ്പോൾ അവൻ തന്നെയാണ് ഓർക്കളിച്ചിരിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അവനെ തന്നെ പിടിച്ചിരുന്നത്. എന്നിട്ട് ഇപ്പോൾ ഉറങ്ങിയല്ലോ. അതല്ലെന്നേ, ഞാൻ ഈ വെളുപ്പാൻ കാലത്ത് എങ്ങാണ്ട് ഉറങ്ങിയത്. ശരി, ആ സമയത്തുമല്ല ഞാൻ ഓടിപ്പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നടാ എന്നിങ്ങനെ സുമേഷ് ചോദിക്കട്ടോ. എന്നിട്ട് അനിയന്മാരുടെ സ്നേഹം കണ്ടിട്ട് പറയാണ്, എടാ അത് അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എന്നും അങ്ങനെ സംഭവിക്കണമെന്നുണ്ടോ? ഞാൻ ഇനി ഒരിടത്തും പോവില്ല കേട്ടാ. ശരി. അങ്ങനെ രാവിലെ സുമേഷ് ജോലിയുടെ കാര്യത്തിനൊക്കെ ഇങ്ങോട്ട് ഇറങ്ങണ സമയത്ത് ഇവിടെ നമ്മുടെ സുധീഷാണെങ്കിൽ എന്താവും ഇന്നലെ സംഭവിച്ചത് സുമേഷ് ഏട്ടനെ നമുക്കത് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഹരീഷും നികേഷും കൂടെ പറയാം, എങ്ങനെ കണ്ടുപിടിക്കും? അത് സുമേഷ് ഏട്ടൻ്റെ മനസ്സിലുള്ള കാര്യം സുമേഷ് ഏട്ടൻ തുറന്ന് പറയുന്നില്ലല്ലോ, ഉള്ളിലല്ലേ വെച്ചേക്കുന്നത്, നമുക്കെങ്ങനെ അറിയാൻ പറ്റും? ഞാനതൊക്കെ കണ്ടുപിടിക്കൂടാ, നീ നോക്കിക്കോ. അപ്പോൾ സുമേഷ് വിചാരിക്കുന്നുണ്ട്, ഇവിടുന്ന് നേരെ എങ്ങോട്ടാവും പോയത്? നേരെ പോയിരിക്കുന്നത് അവിനാശിൻ്റെ വീട്ടിലാക്കിയാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് അവിടെ പോയി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ബൈക്ക് കൊടുത്തുകൊണ്ട് സുധീഷ് നേരെ അവിനാശിൻ്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാന്ദിനി ഒരു കുടത്തിൽ വെള്ളമൊക്കെ ആയിട്ട് വരികയാണ്. സുധീഷിനെ കാണണം ചാന്ദിനിക്കൊരു വല്ലാത്ത നാണവും ചിരിയും ഒക്കെ. സുധീഷ് അന്തം വിട്ടു പോയി, ഇതെന്താ പതിവില്ലാത്ത തരത്തിലുള്ള ചിരിയും നാണവും ഒക്കെ. അവിനാശ് ഇല്ലേ എന്ന് ചോദിക്കട്ടോ അവന്. ഉണ്ട്, അകത്തുണ്ടെന്ന് പറയാം. മലയാളമൊക്കെ പറയുന്നു. ശരി. അങ്ങനെ അവിനാശ് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, ഇതാരാ? സുധീഷ് ഭയ്യോ, എന്താ കാര്യം? അല്ല, നിങ്ങൾക്കൊക്കെ ഭയങ്കര ചിരിയ സന്തോഷമാണല്ലോ, ഇന്ന് പതിവില്ലാതെ ചാന്ദിനിക്കും ഭയങ്കര ചിരിയൊക്കെയാണല്ലോ. അതൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാൻ വന്നതാണ്. എന്താണ്? ഇന്നലെ രാത്രിയെ സുമേഷേട്ടൻ വിവാഹമൊക്കെ മുടങ്ങിയതിന് ശേഷം നിങ്ങളുടെ കൂടെ ഇങ്ങോട്ടാണല്ലോ വന്നത്. അതെ. അതിനുശേഷം വീട്ടിൽ വന്ന പഴയ ആളല്ല, ഭയങ്കര ചിരിയും തമാശയും കളിയൊക്കെ, ഒരു വിഷമവും മുഖത്തില്ലായിരുന്നു. ഇന്നലെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ അവിനാശ് പറയുക, അതെ, അത്രയും സന്തോഷമുള്ളൊരു കാര്യം ഇവിടെ നടന്നു. ഞാൻ അങ്ങേരോട് ചോദിച്ചു, നിങ്ങൾ കുറേ കാലമായില്ലേ പെണ്ണ് അന്വേഷിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന, നിങ്ങൾക്കൊന്നും ശരിയാവണില്ലല്ലോ, അങ്ങനെയെങ്കിൽ പിന്നെ എൻ്റെ അനിയത്തിയെ നിങ്ങൾക്ക് വിവാഹം കഴിച്ചുകൂടെ, ആലോചിച്ചൂടെ എന്ന് ഞാൻ ചോദിച്ചു. ഭയ്യ, എന്താ പറയണത്? അതെ, എൻ്റെ ചാന്ദിനിയെ സുഭാഷ് ഏട്ടന് കല്യാണം കഴിച്ചുകൂടെ എന്ന് ഞാൻ ചോദിച്ചു. അത് ശരി, അങ്ങനൊരു സംഭവം ഉണ്ടായോ? അപ്പോൾ ചാന്ദിനിയുടെ മോഹം അങ്ങ് തിളങ്ങും കേട്ടോ. ചുമ്മാ അല്ല, ചാന്ദിനി ഇത്ര ചിരിച്ചതല്ല എന്നെ കണ്ടിട്ട്, ചപ്പാത്തി തലയാട്ടോ കേട്ടോ. മനസ്സിലായി. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടാണോ? അതേന്നേ, നമുക്ക് എൻ്റെ അനിയത്തിക്ക് സുമേഷ് പയ്യെ പോലെ ഒരു ആളിനെ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ലൊരാളാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ അനിയത്തിക്ക് വേണ്ടി ആലോചിക്കുക. ഞാൻ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് അത് ചോദിച്ചത്. അയ്യോ, സമാധാനമായി. പക്ഷേ ഇതൊക്കെ കിട്ടിയിട്ട് സുമേഷിനെ എന്തു പറഞ്ഞു? സുമേഷ് പയ്യെ തൽക്കാലം ഒന്നും പറഞ്ഞില്ല. ഞാൻ ആലോചിച്ചിട്ട് പറയാനാണ് പറഞ്ഞത്. വേണ്ടാന്നും പറഞ്ഞില്ല, വേണമെന്നും പറഞ്ഞില്ല. ചിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോവുക ചെയ്തത്. ചുമ്മാ അല്ലടാ കള്ള സുമേഷേ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ എന്നും പറഞ്ഞുള്ളൂ. ഭയങ്കര സന്തോഷത്തോടുകൂടി സുധീഷ് വീട്ടിലേക്ക് വന്ന് കയറട്ടോ. വണ്ടിയൊക്കെ കൊണ്ടിട്ടിട്ട് ഓടി അകത്തേക്ക് കയറി വരുവാ. എന്നിട്ട് എല്ലാവരും ഓടി വായോ എന്ന് വിളിക്കാം കേട്ടോ. ഹരീഷിൻ്റെ കയ്യെ പിടിച്ച് കറക്കുന്നു, നിധീനെ പിടിച്ചങ്ങ് കറക്കുന്നു. അപ്പോഴുണ്ട് ഭാസ്കരൻ അങ്ങോട്ട് വന്ന്, എന്താണ്? ഇങ്ങോട്ട് വാ അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടേ, ഒരു സന്തോഷമുണ്ടേ. എടാ കയ്യിൽ നിന്ന് വിട്, ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിനെയൊക്കെ പിടിച്ച് വലിച്ച് കറക്കി ഒരു പാട്ടൊക്കെ പാടി ഭയങ്കരമായിട്ട് ആഹ്ലാദം. ഭാസ്കരനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ സുധീഷിനെ ചൊറ്റ തള്ളു കൊടുത്തിട്ട് പറയാം, നിർത്തണ്ട അങ്ങോട്ട്, നിനക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷം തന്നെയാണ് എന്നും പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അയ്യോ, എനിക്കങ്ങ് വയ്യേ, നമ്മുടെ സുമേഷ് ഏട്ടന് വലിയൊരു സന്തോഷമുണ്ട്, അതിൻ്റെ കാര്യം പറയാനാ വന്നത്. എന്ത് കാര്യം? അതല്ലെന്നേ, നമ്മളെല്ലാവരും ആലോചിച്ചിരുന്നില്ലേ എന്താ സംഭവിച്ചത്, ഇന്നലെ ചിരിച്ചും കൊണ്ടൊക്കെ നടന്നത്. അതിൻ്റെ കാരണം ഞാൻ കണ്ടുപിടിച്ചു. ഇന്നലെ ഇവിടുന്ന് അവിനാശ് ഏട്ടൻ്റെ അവിടെയല്ലേ പോയത്, ഞാനും ഇന്ന് അവിടെ പോയി അന്വേഷിച്ചു. അപ്പോഴാണ് അയാൾ പറയണത് ചാന്ദിനിക്ക് വേണ്ടി സുമേഷ് ഏട്ടനെ കല്യാണം ആലോചിച്ചു എന്ന്, സുമേഷ് ഏട്ടന് ചാന്ദിനെ കൊടുക്കാൻ അവർ തയ്യാറാണെന്ന്. അയ്യോ, ആണോ? അങ്ങനൊരു ആലോചന വന്നോ? നിധിക്കൊക്കെ ഭയങ്കര സന്തോഷമായി, ഹരീഷിന് സന്തോഷമായി, ആ വീട് മുഴുവനും സന്തോഷം കൊണ്ട് തിളങ്ങായിരുന്നു കേട്ടോ. ഭാസ്കറിന് അതിലും വലിയ സന്തോഷമായി. ഭാസ്കറിനോട് പറയാം, എടാ അല്ലെങ്കിലും ഈ മലയാളികളും ഹിന്ദിക്കാരും ബംഗാളികളും തമ്മിൽ വലിയൊരു കണക്ഷനാണ്. അതെങ്ങനെ? പിന്നെ നമ്മൾ ഭാസ്കറിനല്ലേ പണ്ടത്തെ മലയാളം പാട്ടും അതിന് കോമഡിയായിട്ട് അതിൻ്റെ ഹിന്ദി പാട്ടും ഒക്കെ പാടി കേൾപ്പിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ പുറത്ത് വന്നിരിക്കുകയാണ്. ഇവരെല്ലാവരും സന്തോഷം, കാരണം ഇത് അറിഞ്ഞിട്ടും മിണ്ടാതെ നടന്നില്ലേ ഇവരോടൊന്നും പറയാണ്ട്. എന്നാൽ സുമേഷിനൊരു പണി കൊടുക്കണമല്ലോ എന്ന് വിചാരിക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞ് സുമേഷ് തിരിച്ച് വരാണ്. വന്നിങ്ങനെ കയറുമ്പോൾ തന്നെ അച്ഛൻ ഫ്രണ്ടിലിരുന്നും കൊണ്ട് സലിൽ ചൗധരിയുടെ പഴയ ഒരു പാട്ട്, ഇവിടെയും കൂടും അങ്ങും കൂടും എന്ന് പതിയെ അങ്ങും പോവും, അങ്ങനെയൊക്കെയുള്ളൊരു പാട്ട്, ഹിന്ദി പാട്ട്, അത് ഇന്ന് പാടണം. അപ്പോൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഭാസ്കരൻ. പതിവില്ലാതെയാണ് ഭാസ്കരൻ്റെ ഈ ഒരു സ്വഭാവം. ഇത് കാണുമ്പോൾ സുമേഷിനൊരു പന്തികേട്, എന്തേ ഇവർ ഇങ്ങനെയൊക്കെ, അച്ഛനെന്താ ഇങ്ങനെ പാടുന്നത് ഈ രീതിയിലൊക്കെ. അത് കഴിഞ്ഞ് നേരെ അകത്തേക്ക് കയറി ചെല്ലുക കേട്ടോ.
നമ്മുടെ സുമേഷ് അകത്തോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കിന് ഇവരെല്ലാവരും കൂടെ ഇവർക്കൊരു പണിയിട്ട് കൊടുക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുകയാണ്, ഇങ്ങോട്ട് വരട്ടെ കാണിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.